ആദ്യമായിട്ടാണ് ഒരു തെലുങ്ക് സിനിമ കണ്ടിട്ട് ഇത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാനത് ആഗ്രഹിച്ചു പോകുന്നത്. അതായത് അത്രയും നല്ല കഥയും കഥാപാത്രങ്ങളും പെർഫോമൻസും ഒക്കെയുള്ള ഒരു കോഴിക്കോടൻ അലുവ പോലെ സുന്ദരമായൊരു പടം. സിനിമയിലെ താരങ്ങളെയും അവരുടെ ആരാധകരെയും ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ബയോപിക് ഓഫ് എ ഫാൻ എന്ന് 100% പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുന്ന സിനിമയാണത്. 2025 മഹേഷ് ബാബു പി, നടനല്ല സംവിധായകനായ മഹേഷ് ബാബു പി സംവിധാനം ചെയ്ത് റാം പൊതിനേനി, ഭാഗ്യശ്രീ ബോസ്, ഉപേന്ദ്ര എന്നിവർ അഭിനയിച്ച ഒരു സിനിമയാണ് ആന്ധ്ര കിങ് താലൂക്ക. തുടർച്ചയായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന എന്നാൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ, സൂര്യ എന്നൊരു സൂപ്പർ സ്റ്റാർ. ആ സൂപ്പർ സ്റ്റാറിന് വേണ്ടി ജീവിക്കുന്ന, അയാളുടെ സിനിമകളെല്ലാം ആദ്യം തന്നെ കാണുന്ന, അയാൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്ന സാഗർ എന്ന് പറയുന്ന വളരെ സാധാരണക്കാരനായ ഒരു ആരാധകൻ. ഈ രണ്ട് പേരുടെയും കഥയാണ് ആന്ധ്ര കിങ് താലൂക്ക എന്ന സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പലപ്പോഴും ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ ഒരു മാസ് അവതാർ അല്ലെങ്കിൽ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ആക്ഷൻ പരിപാടികളൊക്കെ വരുന്നൊരു തെലുങ്ക് സിനിമയിൽ ഇങ്ങനൊരു സിനിമ വന്നത് ഭയങ്കര ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നായകനെ ചുറ്റിപ്പറ്റിയല്ല, കണ്ടന്റ് ഡ്രിവൺ ആണ് സിനിമ. വളരെ ഫ്രഷായിട്ടുള്ള, നമ്മൾ ഈ തെലുങ്ക് സിനിമയിൽ സാധാരണ കാണാത്തൊരു കഥ പറച്ചിൽ രീതി, അതിനനുസരിച്ചുള്ള ആക്ടിങ്, തെലുങ്ക് മസാല കുറച്ചൊക്കെ ചിലയിടത്ത് വരുന്നുണ്ടെങ്കിലും ഒരിക്കലും ഓവർ ടോപ്പായി പോകുന്നില്ല. പ്രേക്ഷകനെ ഇമോഷണലി അവരുടെ നമ്മൾ സിനിമയിൽ കാണിക്കുന്ന ഓരോ മൊമെൻറ്റും നമുക്ക് ഇമോഷണലി കണക്റ്റ് ആകുന്നു. അത് മാത്രമല്ല, പടത്തിലെ തുടക്കം മുതൽ എൻഡ് വരെ പല പിവോട്ടൽ മൊമെൻ്റ് ഉണ്ട്, വഴിത്തിരിവാകുന്ന പല മൊമെൻറ്റുകൾ. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഗംഭീരമായിട്ട്, അതും വിഷ്വലി വെർബലി നന്നായിട്ട് ഫീൽ ആവുന്നതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു തെലുങ്ക് സിനിമയിൽ ഈ നായകൻ്റെ ഹീറോയിസം അല്ലെങ്കിൽ നായകൻ്റെ വലിപ്പം കാണിക്കാനുള്ള പല ഷോ ഓഫ് സീക്വൻസ് ഉണ്ടാവും. ഇതൊന്നും ഈ സിനിമയിലില്ല. അത് മാത്രമല്ല, വിഷ്വൽസ് ആണെങ്കിലും പാട്ടാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും നമ്മളൊരു നല്ല സിനിമ കാണുന്നു എന്ന് ഫീൽ തരുന്നുണ്ട് സിനിമ. സൗത്ത് ഇന്ത്യയിൽ തന്നെ പല താരങ്ങളും ഒഴിവാക്കിയ, നിരസിച്ച റോളാണ് ഉപേന്ദ്ര ചെയ്ത സൂര്യ എന്ന ഒരു നടൻ്റെ റോള്. സിനിമ കാണുമ്പോൾ അത് ഗംഭീരമായിട്ട് ഉപേന്ദ്ര ചെയ്തു എന്ന് മാത്രമല്ല, നമ്മളെല്ലാ കാലവും ആ കഥാപാത്രത്തെ ഓർത്തിരിക്കുകയും ചെയ്യും. ആ രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. മാസ് മസാല, ഫാൻറ്റസി, ആക്ഷൻ ത്രില്ലർ പരിപാടിയൊക്കെ ചെയ്യുന്ന ഈ തെലുങ്ക് സിനിമയുടെ സ്ഥിരം ഇക്വേഷന് പുറത്ത്, അതിലും റാം പൊതിനേനി പോലൊരു നടൻ വളരെ ഫ്രഷായിട്ടുള്ള, കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള, ഫീൽ ഗുഡായിട്ടുള്ളൊരു സ്റ്റോറി ചെയ്യുക, അതിൽ അദ്ദേഹത്തിന് മാസ് കാണിക്കാൻ, ഷോ ഓഫ് കാണിക്കുന്ന സീനുകളൊന്നും ഇല്ലാതിരിക്കുക, കഥയ്ക്കൊപ്പം പോവുക എന്നൊക്കെ പറയുന്നത് മൊത്തത്തിൽ ഒരു ഫ്രഷ് ഫീൽ തരുന്നുണ്ട് പടത്തിന്. നമ്മളൊരു നല്ല സിനിമ കാണുകയാണ്, ലാംഗ്വേജിൻ്റെ ബാരിയർ ഇല്ലാതെ നല്ലൊരു സിനിമ കാണുന്ന ഒരു ഫീൽ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ മലയാളത്തിൽ ഒരു മമ്മൂക്കയും ആസിഫ് അലിയൊക്കെ വെച്ചിട്ട് ഇത് റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നൊരു മികച്ച മലയാള സിനിമ നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ മികച്ചതായതുകൊണ്ടായിരിക്കണം തെലുങ്കിൽ സിനിമ അത്ര വലിയൊരു വിജയം നേടിയില്ല. പക്ഷേ ആന്ധ്ര കിങ് താലൂക്ക ഒരു ഗംഭീര നല്ല ഫീൽ ഗുഡ് പടമാണ്. നിങ്ങളുടെ സമയം കളയില്ല. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ പടം ലഭ്യമാണ്. പറ്റുന്നവരൊക്കെ കാണുക.